എന്നാ വീട്ടിലേക്ക് എന്ത് കിട്ടും? സാരില്ല, കുഴപ്പമില്ല. ശരി, ആയിക്കോട്ടെ. ഒരു കൈ തരിക, ഒരു കെട്ടിപ്പിടിക്കുക. എല്ലാവർക്കും ആവോളം ഈശ്വരമായി ഒരു തരട്ടെ. ഞാനൊക്കെ ഇനിയിപ്പം ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി മിതമായി സംസാരിക്കുന്ന ആൾക്കാരും ഭയങ്കര ഒച്ചയെടുക്കുന്ന ആൾക്കാർ എല്ലാം ഭയങ്കര മിതമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേക കൂട്ടായ്മയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നമുക്ക് കുറച്ച് എനർജിയുള്ള പാട്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ആരോഗ്യമൊക്കെ വേണം. ഇപ്പൊ തന്നത് മാത്രം മതി. ഇവിടെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഏത് വർഷമായിരുന്നു വന്നത്? ചിരിക്കുന്നതിന് മുമ്പോ 12 വർഷം മുമ്പ്. അതാണ് ഏകദേശം 16 വയസ്സിൽ തുടങ്ങിയത്. ഏകദേശം അങ്ങനെ നോക്കുകയാണെങ്കിൽ 25 വർഷമായി സ്റ്റേജ് ഷോസ്. അതുകൊണ്ട് പല പ്രോഗ്രാംസും നമ്മളെല്ലാം അല്ലേ സ്റ്റേജിൽ ഓർമ്മ നിൽക്കുന്ന. പക്ഷെ പാലക്കാട് വരുന്നു നമുക്ക് നമ്മുടെ മനസ്സിലുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ രണ്ടാമത്തെ വർഷവും എന്താ പറയുക, നിങ്ങൾ സ്നേഹത്തോടെ വിളിച്ചു എനിക്ക് വരാൻ കഴിഞ്ഞ ദൈവത്തിന് 100,000 നന്ദി. അപ്പോൾ ശരി, അധികം സംസാരിച്ച് വലിച്ചു വരുന്നില്ല. എന്താ പറയാ, ബൈ പറയാൻ ഇനി ഏതാനും ഒരാഴ്ച കൂടിയുള്ളൂ. 2025 എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായിരിക്കും. എല്ലാ സ്വപ്നങ്ങളായിരിക്കും. ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളായിട്ടിരിക്കുന്നു. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്നത് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും അല്ലെ, ആരോഗ്യത്തോടുകൂടി അതേപോലെ സമ്പൽ സമൃദ്ധിയോടുകൂടി. പൈസയും നമുക്ക് ആവശ്യമാണ്. പിന്നെ എന്താ പറയാ, വേറെ എന്താണ്, മനസ്സമാധാനം. ഏറ്റവും വലിയ 3 കാര്യവും എല്ലാവർക്കും ആവോളം ഈശ്വരൻ മാറി കോരി തരട്ടെ. ഈ വർഷം എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മറികടന്ന് അടുത്തൊരു ഗംഭീര വർഷം ആവട്ടെ എന്ന് ഞാനും മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ എല്ലാ ദിവസവും എന്നെ ഓർക്കാൻ പറ്റത്തില്ല, ഇന്നെങ്കിലും കാട്ടിൽ കിടക്കുന്നതിന് മുമ്പ് ഓർത്ത് പ്രാർത്ഥിച്ചാൽ അത്രയും സന്തോഷം. ശരി, അപ്പൊ മലയാള ഗാനങ്ങളോട് പോവാം. ഒരു പടപടയുന്ന ഒരു കൈഡി കിട്ടുന്നത്. പോയ വർഷങ്ങളിൽ ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് പാട്ടുകളുണ്ട്. കുറച്ച് നിങ്ങളുടെ ഒരു സഹകരണം കിട്ടാൻ വേണ്ടിയാണ് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു വീട്ടിലിരുന്ന ഒരു പ്രോഗ്രാം കാണുന്ന ഒരു ഫീലോട് ഇത്ര ലൈറ്റ് ഓഫ് ആക്കാം. അടിപൊളി. അയ്യോ, ഇത്രയും പേർക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഐ ലവ് യു. ഇപ്പൊ ഒരു പുതിയ പരീക്ഷണമാണെന്ന് എനിക്കറിയത്തില്ല. പഴയ പാട്ടുകളൊക്കെ നമ്മുടെ പുതിയ സിനിമകളിൽ ഉപയോഗിച്ച് തുടങ്ങി. അതെല്ലാം ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ പ്രേമലു കണ്ടോരെന്ന് കഴിച്ച പ്രേമലു ആരാ കാണാത്തല്ലേ? മഞ്ഞുമൽ ബോയ്സ് കണ്ടോരെന്ന് കഴിച്ച മഞ്ഞുമൽ കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രം കേടിച്ചാൽ മതി. അറിയാവുന്നവർ മാത്രം കേട്ടോ. മനിതരുടെ
അതെയും താണ്ടി ഒച്ചല്ലോ ഇത്രയും പേര് ഒന്നിച്ചു പാടിയ മനിതർ ഉണർന്നു കൊള്ള ഇത് മനിത കാതലല്ല അതെയും താണ്ടി എനിക്ക് താങ്ങ മുടിയാത് ഇവർക്ക് താങ്ങുമെന്ന് അറിയത്തില്ല. ശരി കിട്ടി ഒരു ലൈഫില് നാളെ എന്താവോ എന്ന് അറിയാതെ ജീവിക്കുന്ന മനുഷ്യർ ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ ആരും ചിരിക്കാൻ കിട്ടുന്ന സമയം എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയം നമ്മൾ ആരും മിസ് ചെയ്യില്ല. ബുദ്ധിയുള്ളവരാരും മിസ് ചെയ്യില്ല. അല്ലാത്തവരൊക്കെ വെറും ഒരു ആവശ്യമില്ലാത്ത പഴയ സങ്കടം പിടിച്ച കാര്യങ്ങളെല്ലാം ജീവിതകാലം മൊത്തം ഇട്ട് ഓർത്ത് വിഷമിച്ച് നമ്മുടെ ആരോഗ്യം കളയും സ്ട്രെസ്സും കൂട്ടും ഇല്ലാത്ത ദിവസവും റൂള് വരുത്തും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നിടത്തോളം നാളെ നിങ്ങൾ ജോലിക്ക് പോകും, നാളെ ഇവിടെ തിരക്കിലോട്ട് പോകും, വീട്ടിൽ കള്ളം കയറും, അവിടെ നിന്ന് പ്രശ്നമുണ്ടോ, എൻ്റെ പൈസ ഇല്ലാതെ എങ്ങനെ സൂക്ഷിക്കും, മക്കളെ എങ്ങനെ വളരും, അതൊക്കെ വളർന്നോളും. അതിനെപ്പറ്റിയുള്ള ചിന്തയെല്ലാം മാറ്റി വെച്ച് മനസ്സൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നല്ല ചിരിച്ച് എൻജോയ് ചെയ്ത് ഈ 2 മണിക്കൂർ നേരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നാളെ തിരിച്ച് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 10 വയസ്സ് കുറഞ്ഞിട്ട് ഞാൻ ഗ്യാരണ്ടി. ഒരു ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ശരി, ഞാനിവിടെ ഒരു കുഞ്ഞു പർദീസിയാക്കാൻ പോകും. എൻ്റെ വലതുവശക്കാരെ മാത്രം നോക്കിയെടുക്കും. വലതുവശം വലതുവശം എന്ന് പറയുമ്പോൾ കരയുകയില്ല. നിങ്ങൾ റെഡി? കരയുകയില്ല. ചിരികളാരും തടയുകയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മത്സരിക്കാൻ റെഡിയാണോ? ഈ അമ്പലത്തിലെ ആൾക്കാർ ഇന്നത്തെ കൂടി കയ്യിൽ ചെയ്യണം. അത് ഒരിക്കലും ഞാൻ പറയില്ല. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം കേട്ടോ. ഒരു കൈ തരിക, ഒരു കെട്ടിപ്പിടിക്കുക. അതാ വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഒരാളെത്തി. 2 കൊച്ചു പിള്ളേർ വേണ്ട, കുഞ്ഞു പിള്ളേർക്ക് വേറെ അവസരം. ഹലോ, ഇവിടെ നിന്ന് 2 പേരായി. 3 ഒരു 5 പേര് മതിയേ, മതി. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്ത് വേണം? ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുള്ളപ്പോ ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. അവിടെ നിന്ന് എന്തായിരുന്നു നിന്നു കണ്ട. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. എവിടെ? വാളയാർന്നോ? വാളയാർ പരമശിവത്തിന്റെ നാട്ടിൽ നിന്ന്. അതായത് നമ്മുടെ ചെക്ക് പോസ്റ്റ്. ശരി. അപ്പൊ ഈ വന്ന സഹോദരികൾക്ക് നല്ലൊരു, നിങ്ങൾ എന്നാ ഒരു തണുത്തിരിക്കുന്നത്, എനിക്ക് ആ തണുത്ത് കിട്ടുമ്പോഴത്തേക്ക് ഒരു സുഖമാവില്ല. നല്ല ഇഷ്ടത്തോടുകൂടി എൻജോയ് ചെയ്യുന്നു. ഇച്ചിരി മാറി നിന്നു എല്ലാവരും. മതി. യെസ്, കൈ വിരിച്ചു വരുന്നു. ചേട്ടൻ എന്താണോ മനസ്സറിഞ്ഞ് ഇവർക്കൊരു നല്ല സമ്മാനം കൊടുക്കുക. സ്റ്റേജിൽ കയറി വന്ന് കൊടുക്കുമ്പോൾ ഒരു നല്ല സമ്മാനമായിരിക്കും, അതെനിക്കറിയാം. മനസ്സറിഞ്ഞ് കൊടുക്കാം. മനുഷ്യൻ നല്ല മനുഷ്യനാണ്, അത് കൊടുക്കുമ്പോൾ എന്തായാലും കുറഞ്ഞു പോകില്ല. അതാ ചേട്ടൻ അതറിയാം കേട്ടോ.
ഏറ്റവും മനോഹരമായിട്ടാണ് ഇവർ ഡാൻസ് ചെയ്തിരിക്കുന്നത്. ഒരാൾക്കല്ല, എല്ലാവർക്കും അവരുടെ വീട്ടിലേക്ക് നാളെ തന്നെ അവർക്ക് എന്താണോ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ ചെന്നെത്തി ക്ഷേത്രത്തിന്റെ കമ്മിറ്റി. എന്നാ വീട്ടിലേക്ക് എന്ത് കിട്ടുമെന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലാണ്ട് ഇപ്പൊ ഒന്നും ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനില്ലല്ലേ. പെട്ടെന്ന് ശരി, സാരില്ലാട്ടോ അമ്മ, സാരില്ലാട്ടോ, കുഴപ്പമില്ല. അപ്പൊ വീട്ടിലേക്ക് എന്താ നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും തരുന്നോ? എന്ത് ജീവിതകാലം മൊത്തമോ? ഇതൊക്കെ ഒരു മൊമെന്റോ എല്ലാവർക്കും തരും. ആ ശരിയാട്ടെ, എന്നാലും ഓടി വന്നല്ലോ. അയ്യോ, വന്ന് ഫോട്ടോയും കൂടി എടുത്തു കൊടുക്കാമോ? നല്ല ഗാനങ്ങൾ കേൾക്കാൻ ആസ്വദിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുജനം പലവിധം അല്ലേ. അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് ഒരു പിടി 3-4 പാട്ടുകൾ പാടും. അതെല്ലാം എത്ര പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങിയാലും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന, എത്ര കേട്ടാൽ ഇനി അങ്ങോട്ട് ജനറേഷൻ കൈമാറുന്നു പോകുന്ന കുറച്ച് പാട്ടുകളുണ്ട്. ഞാൻ എന്തൊക്കെയോ ഉച്ചപ്പേറ്റിലേക്ക് പറഞ്ഞു തോന്നുന്നു, എന്തൊക്കെയോ എവിടെ ചേരാത്ത പോലെ അല്ലേ. ഒന്നും കൂടെ നോക്കിയാലോ. ഇതെന്താണ് മുരളിച്ചേട്ടാ? ശരി എന്നാ ആയിക്കോട്ടെ. മോനെ എണീച്ചു എന്നൊക്കെ കൈയടിക്കുന്നത് ആ വെള്ള ഷർട്ട് എനിക്ക് അത്ര സന്തോഷം. റിഞ്ചേച്ചി മുട്ടുകുത്തിച്ചപ്പോ അല്ലേ. ഓക്കെ, അത് മതി. 10 വയസ്സ് ഇപ്പൊ തന്നെ കൂടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഓർക്കാതെ പോണ ശരിയാണ് മക്കളെ. അദ്ദേഹത്തെ പറ്റി എന്താ പറയാ, ഇന്നും അദ്ദേഹം നമ്മളെ വിട്ടുപോയി നമ്മളാരും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ചില മനുഷ്യരോട് പ്രത്യേക എനർജി നമുക്ക് തന്ന് അവരുടെ ഒരു കൈയൊക്കെ പതിപ്പിച്ചിട്ട് പോയി. പക്ഷെ അദ്ദേഹം കുറച്ച് നേരത്തെ കൊണ്ടുപോയി. പക്ഷെ അദ്ദേഹം ഇന്നും നമ്മുടെ ഇടയിൽ നമ്മളോടൊപ്പം തന്നെയുണ്ടല്ലേ. ഓണപ്പഴം പോലൊരു ഒരു സംഭവത്തെ പ്രതിനിധീകരിച്ച് ജസ്റ്റ് കേട്ടോ, അത്രേ ഉള്ളൂ. കിട്ടണ കാശ് മൊത്തം കള്ളു കുടിച്ച് നിന്റെ ഭാര്യയെ പിള്ളേരെ കഷ്ടത്തിലാക്കുന്ന വേഷമിട്ട് ചേട്ടാ. നിന്റെ ഭാര്യയെ പിള്ളേരെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ. മാത്രം ഒന്ന് കഴിയിച്ചു. ലേഡീസ് പെൺകുട്ടികൾ മാത്രം, ഈ ചേട്ടന്മാര് മാത്രം, ചേട്ടന്മാര് ഈ പെൺകുട്ടികൾ മാത്രം ഒന്ന് ഒച്ചയെടുത്തൊന്ന് കഴിച്ചു.
ശ്രീനാഥ് വരെ പേടിച്ചു പോയി. ശരി, ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വദിച്ച് ഞങ്ങളുടെ ടീമിന് കൈയടിച്ചാൽ മനസ്സ് കൈയടിച്ചാൽ ഭയങ്കര സന്തോഷം. വിളിച്ചില്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾ വിളിക്കണം, നിങ്ങൾ എഴുതിയിട്ടാണ് അവരുടെ പൈസ മുഴുവൻ വിടാൻ പറ്റാത്തത്. ഒന്ന് അടുത്ത് വന്ന് അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ ആ ചേട്ടാ ചേച്ചി മുതൽ ഞാൻ വരും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷം ഗംഭീര വർഷമാവട്ടെ എല്ലാവർക്കും.